ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ ലെയറിനെ കുറിച്ചിട്ടാണ്. ഇത് ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന സെക്കൻഡ് സബ് ലെയർ ആണ്. അപ്പം നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാറ്റ ലിങ്ക് ലെയറിൽ രണ്ട് സബ് ലെയേഴ്സ് വരുന്നുണ്ട്. ലോജിക്കൽ ലിങ്ക് ലെയർ ഓർ LLC എന്ന് പറയും. രണ്ടാമതായിട്ടുള്ള മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ അല്ലെങ്കിൽ മാക് ലെയർ എന്ന് പറയാം. സോ അതിലെ LLCയെ കുറിച്ചിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് പോർഷൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സോടുകൂടി അത് വൈൻഡ് അപ്പ് ചെയ്തതാണ്. സോ നിങ്ങൾ ആ ഒരു വീഡിയോസ് അത്രയും കണ്ട ശേഷം ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള കണക്ഷൻ കുറേയും കൂടി ക്ലിയർ ആയി കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മീഡിയ ആക്സസ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിലെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൽ വരുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ടോപ്പിക്കിലോട്ട് പോവാം. മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? മീഡിയയുടെ ആക്സസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഒരു നെറ്റ്വർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സപ്പോസ് രണ്ട് രീതിയിൽ വരാം മെയിനായിട്ട്. ഒന്ന് പോയിൻറ്റ് ടു പോയിൻറ്റ് അല്ലെങ്കിൽ മൾട്ടി പോയിൻറ്റ്. ഇപ്പോൾ പോയിൻറ്റ് ടു പോയിൻറ്റ് നെറ്റ്വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെൻറ്ററും റിസീവറും തമ്മിൽ ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കും. അതിനിടയ്ക്ക് വേറെ ഡിവൈസുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്തായിട്ട് നടക്കും. അതിനകത്ത് കൺജഷനോ അല്ലെങ്കിൽ കൊളീഷൻ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ അധികം മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മളൊരു മൾട്ടി പോയിൻ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ വഴി ഒരുപാട് ഡിവൈസുകൾ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഈ എല്ലാ ഡിവൈസുകളും അവരുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായും അവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഡാറ്റാസ് കൊളൈഡ് ചെയ്യാൻ, അതായത് കൊളീഷൻ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുവഴി നമുക്ക് റിസീവറിന് വേണ്ടുന്ന ഡാറ്റ കിട്ടാതെ വരാം, അല്ലെങ്കിൽ ഡാറ്റ ലോസ് വരാം, അല്ലെങ്കിൽ എറർ വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊളീഷൻ കാരണം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിരിക്കും? ആ ഒരു നെറ്റ്വർക്കിൽ വരുന്ന ഓരോ ഡിവൈസും മീഡിയ ആക്സസ് ചെയ്യുന്നതിൽ ഒരു കൺട്രോൾ വരുത്തിയാൽ മതി. അപ്പോൾ ആ ഒരു ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു വലിയ ഫംഗ്ഷനാണ് ഈ ഒരു ലെയർ വെച്ചുകൊണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആക്സസ് കൺട്രോളിന് വേണ്ടി ഒരുപാട് പ്രോട്ടോകോൾസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോട്ടോകോൾസിൽ അനുസരിച്ചിട്ടാണ് അതിൻ്റെ വർക്കിങ്ങിൻ്റെ സ്റ്റെപ്സും വരുന്നത്. ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മീഡിയ ആക്സസ് കൺട്രോളിൽ വരുന്ന സ്റ്റെപ്സാണ്, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് വർക്കിങ്ങിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കാരിയർ സെൻസ്. ഇവിടെ ആരാണ് ഡാറ്റ ക്യാരി ചെയ്യുന്നത്? മീഡിയയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ആ മീഡിയ സെൻസ് ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസിന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് എന്ത് ചെയ്യും? ഫസ്റ്റ് അവൈലബിൾ ആയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയ ചെക്ക് ചെയ്യും. മീഡിയ വേറെ ഏതെങ്കിലും ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ എന്താ നടക്കുന്നത്? കണ്ടൻഷൻ ഓർ റിസർവേഷൻ. ഇവിടെ രണ്ട് രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് വൺ, കണ്ടൻഷൻ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ ഒരുപാട് ഡിവൈസുകൾ, ഒന്നിൽ കൂടുതൽ ഡിവൈസുകൾ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആക്സസ് ട്രൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൾട്ടി പോയിൻറ്റ് നെറ്റ്വർക്കിലൊക്കെ ഈ പറഞ്ഞ കണ്ടൻഷൻ വരാൻ വളരെയധികം ചാൻസസ് ഉണ്ട്, ഉറപ്പായിട്ടും വരും. അപ്പോൾ അത് കാരണം എന്തുണ്ടാകും? കൊളീഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊളീഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കാരിയർ സെൻസ് വഴി ഒരു മീഡിയ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, സപ്പോസ് നോക്കുന്ന സമയത്ത് വേറൊരു ഡിവൈസ് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേസമയം നമ്മളും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കൊളീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു ഒരു രീതിയിലായിരിക്കും ആ വർക്കിംഗ് നടക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. റിസർവേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസിനും ഓരോ ടോക്കൺ കൊടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഓരോ ഡിവൈസും അവരുടെ ടോക്കണിൻ്റെ ടൈം ആവുന്ന സമയത്ത് മീഡിയ ആക്സസ് ചെയ്യാം, അവരുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കുറേ കൂടി കോർഡിനേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൊളീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് കുറവായിരിക്കും വരുന്നത്. ഇതെല്ലാം ബേസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനെയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇതുപോലെ നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചുമ്മാ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അവരുടെ അഡ്രസ്സും കൂടി കൊടുക്കണം. ദാറ്റ് മീൻസ് അഡ്രസ്സിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സും കൂടി അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ ഫ്രെയിമിനോട് കൂടിയിട്ട് അത് എവിടേക്ക് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഇൻഫോർമേഷനും അതുപോലെ തന്നെ കൺട്രോൾ ഇൻഫോർമേഷനും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഫ്രെയിം ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടാവുക. അതായത് ഈ പറയുന്ന അഡ്രസ്സ് എന്ന് പറയുമ്പോൾ സോഴ്സ് മാക് അഡ്രസ്സും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സ്, കൺട്രോൾ ഇൻഫോർമേഷൻ, ഇതെല്ലാം കൂടിയായിരിക്കും ഇവിടുത്തെ ഫ്രെയിം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. ഫ്രെയിം ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മീഡിയ വഴി ഇലക്ട്രോണിക് സിഗ്നൽസ് ആയിട്ടായിരിക്കും അവിടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ഫ്രെയിം ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ മൾട്ടി പോയിൻറ്റ് നെറ്റ്വർക്ക് ഓർത്ത് വെക്കണം, അവിടെ എന്തായാലും ഉറപ്പായിട്ടും ഒരുപാട്
ഇതുപോലെ ഡാറ്റ ഫ്രെയിംസും ഒരുപാട് ഡിവൈസുകൾ ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? കൊളീഷൻ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അപ്പോൾ സപ്പോസ് അവിടെ ഒരു കൊളീഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ LLCയിൽ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ മെയിൻ ഫങ്ഷൻസിലാണ് LLCയും വരുന്നത്, MACയും വരുന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന എറർ കൺട്രോൾ മെക്കാനിസം, ഫ്ലോ കൺട്രോളിങ്ങും എല്ലാം അവിടെയും ഇവിടെയും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ എറർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഫ്രെയിമിനെ ഡിസ്കാർഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ എറർ ഡിറ്റക്ഷൻ മെത്തേഡും ഇവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? റെക്കഗ്നിഷൻ. സപ്പോസ് ഇവിടെ എറർ ഒന്നും സംഭവിച്ചിട്ടില്ല, സെൻറ്റർ സെൻഡ് ചെയ്ത ഡാറ്റ റിസീവറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്ററിന് അത് അക്നോളജ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു അക്നോളജ്മെൻറ്റും ആര് വഴിയാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നിന്നൊരു ഡാറ്റ സെൻഡ് ചെയ്തു, റിസീവറിൻ്റെ സൈഡിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ റിസീവർ ഉറപ്പായിട്ടും അക്നോളജ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്ററിന് അടുത്ത ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ സെൻറ്റർ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഈ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ദെൻ അടുത്ത എന്താണ്? ഫ്ലോ കൺട്രോൾ. ഉറപ്പായിട്ടും ഫ്ലോ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫ്ലോ കൺട്രോളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്ലോ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ? ഒരു പെർട്ടിക്കുലർ റേറ്റിലായിരിക്കും അവിടുത്തെ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടായിരിക്കുക. അത് കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്, കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഫ്ലോ കൺട്രോൾ എന്നുള്ള ആ ഒരു ഫംഗ്ഷനും ആര് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മീഡിയ ആക്സസ് കൺട്രോൾ വഴി ചെയ്യുന്നുണ്ട്. അടുത്തെന്താ പറയുന്നത്? ബ്രോഡ്കാസ്റ്റ് ആൻഡ് മൾട്ടികാസ്റ്റ്. അങ്ങനെ ഒരു ഡാറ്റ റിസീവ് ചെയ്യുമ്പോൾ റിസീവിങ് എൻഡിൽ അത് എങ്ങനെ കൊടുക്കണം? അതൊരു സിംഗിൾ റിസീവറിലേക്കാണോ, അല്ലെങ്കിൽ ഒരു യൂണിക്കാസ്റ്റ് ആയിട്ടാണോ അത് സെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൾട്ടികാസ്റ്റ് ചെയ്യണോ, ബ്രോഡ്കാസ്റ്റ് ചെയ്യണോ എന്നുള്ളതും കൂടി ഈ പറയുന്ന മീഡിയ ആക്സസ് കൺട്രോളിൻ്റെ ഫംഗ്ഷനകത്ത് വരുന്നതാണ്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാവുന്ന ആ ഒരു കേപ്പബിലിറ്റിയും കൂടി ഈ ഒരു ലെയറിനുണ്ട്. അടുത്ത എന്താ പറയുന്നത്? അഡ്രസ് റെസൊല്യൂഷൻ. അഡ്രസ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ലെയറിലോട്ട് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ IP അഡ്രസ് എന്നുള്ള ഒരു കാര്യം കൂടി വരും. അതായത് MAC അഡ്രസ് ടു IP അഡ്രസ്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷൻ ARP പോലെയുള്ള പ്രോട്ടോക്കോൾ വെച്ചുകൊണ്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൽ വർക്കിംഗ് വരുന്നത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പക്ഷേ ഇതെല്ലാം ബേസ് ചെയ്യുന്നത് എന്തിനനുസരിച്ചിട്ടാണ്? അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനും കൂടി അനുസരിച്ചിട്ടാണ്. ഇനി ഏതെല്ലാം പ്രോട്ടോക്കോൾസ് ആണ് ഈ ആക്സസ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ പ്രോട്ടോക്കോൾസിനെ തന്നെ 3ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റാൻഡം ആക്സസ് പ്രോട്ടോക്കോൾ, രണ്ടാമത്തതാണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ, മൂന്നാമത്തത് ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ. അതിൽ വരുന്ന റാൻഡം ആക്സസ് പ്രോട്ടോക്കോളിനകത്ത് അവിടെ പ്രത്യേകിച്ച് ഒരു കൺട്രോളൊന്നും ഉണ്ടായിരിക്കില്ല. ഏത് ഡിവൈസിനും, ഒരു നെറ്റ്വർക്കിലുള്ള ഏത് ഡിവൈസിനും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു കണ്ടീഷനും നോക്കാതെ ഡാറ്റാസ് മീഡിയയിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ പ്രോട്ടോക്കോൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന പ്രോട്ടോക്കോൾസാണ് അലോഹ, CSMA എന്ന് പറയുന്ന ഈ 2 പ്രോട്ടോക്കോൾസ്. അപ്പോൾ അലോഹയിൽ തന്നെ 2 ഗ്രൂപ്പ് വരുന്നുണ്ട്, 2 ടൈപ്പ് വരുന്നുണ്ട്. പ്യുവർ അലോഹ എന്നും സ്ലോട്ടഡ് അലോഹ എന്നും വരുന്നുണ്ട്. പിന്നെ CSMA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനാവട്ടെ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനാവട്ടെ. അപ്പോൾ CSMAയിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. CSMA/CD ആൻഡ് CSMA/CA എന്ന് പറയുന്നത്. ഒരിക്കലും മിസ്സാക്കരുത് ഈ ഒരു ടോപ്പിക്. ഓക്കെ, തന്നെ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോക്കോൾ. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇവിടെ ആക്സസിന് ഒരു കൺട്രോൾ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഡിവൈസുകളുള്ള ഒരു നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഡിവൈസിന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 9 ഡിവൈസുകളുടെയും പെർമിഷനും കൂടി വേണ്ടി വരും. അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡിവൈസിന് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോക്കോൾസ് ആണ് റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ചാനലൈസേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഈ ചാനലൈസേഷൻ പ്രോട്ടോക്കോളിനകത്ത് മെയിനായിട്ട് ബാൻഡ് വിഡ്ത്തിനനുസരിച്ചിട്ടാണ് മീഡിയാസിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തോരം ലെങ്ത്ത് വരുന്നുണ്ട്, കോഡ് ഉണ്ട്, ടൈം ഉണ്ട്, അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും. സോ ഇത്രയാണ് ഈ പറയുന്ന ആക്സസ് കൺട്രോൾ പ്രോട്ടോക്കോൾസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.